ഇതിപ്പോൾ എങ്ങനെയാണ് നമ്മളന്ന് എന്താ പറയുക സിക്കിമിക്ക് പോയ അതേമാതിരി അതേ റൂട്ട് തന്നെ ഇവിടെ പോകുന്ന ഗുവാഹട്ടി പോകുന്ന ട്രെയിനിൽ ഗുവാഹട്ടി ഇറങ്ങിയിട്ട് ഗുവാഹട്ടിയിൽ നിന്ന് 100 കിലോമീറ്റർ ഷില്ലോങ്. ഹായ് ഗൈസ്, വിശ്വദർശൻ്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ സുഹൃത്തായ മിസ്റ്റർ അൻവർ ഭായ് മേഘാലയയിലേക്ക് നടത്തിയ ഒരു യാത്രയുടെ ചെറിയ വിവരണമാണ് അൻവർ ഭായിയുടെ ശബ്ദത്തിൽ തന്നെ നമ്മൾ ഈ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളത്. ഇദ്ദേഹമാണ് നമ്മുടെ അൻവർ ഭായ് എന്ന എൻ്റെ ഫ്രണ്ട്. ഇദ്ദേഹത്തിൻ്റെ വരികളിലൂടെ നമുക്ക് ആ യാത്രയുടെ എല്ലാ രസങ്ങളും നമുക്കറിയാം. ഷില്ലോങ്ങിൽ ഒരു നൈറ്റ് സ്റ്റേ, അവിടെ നിന്നിട്ട് പിന്നെ അവിടുന്ന് പിറ്റേന്ന് രാവിലെ നേരെ പോകുന്നത് ചിറാപുഞ്ചിൻ്റെ പരിസരങ്ങളാണിത്. ചിറാപുഞ്ചിൻ്റെ ഒരു പ്രത്യേക ഒരു ഭാഗത്താണ് ഇപ്പോൾ ആ മലയിറക്കമുള്ളത്. അവിടെയാണ് റൂട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞത്. അതായത് മരത്തിൻ്റെ ഇങ്ങനെ പൊന്തി വരുന്ന വേരിനെ ഇവരിങ്ങനെ പിടിച്ച് വെച്ച് ഒരു ചെറിയ തോടിനെ അപ്പുറം കടത്തും. എന്നിട്ട് അതിൽ വരുന്ന അടുത്ത വേരും അങ്ങനെ അപ്പുറം കടത്തി അവിടെ മണ്ണിലേക്കാണ് താത്തി വിടും. അങ്ങനെ ഒരു പാലം ഉണ്ടാക്കുക. അതാണ് ആ ലിവിങ് റൂട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതായത് ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്. മരത്തിൻ്റെ പാലം, പക്ഷേ ജീവനുള്ള പാലം. അത് ഉണങ്ങിയ വേരല്ല, നീരോട്ടമുള്ള വേര്. അങ്ങനെ ഒന്നുണ്ടാക്കിയിട്ട് പിന്നെ അതിൻ്റെ മേലെ അതേ മരത്തുമ്പോൾ തന്നെ അവർ രണ്ടാമത്തെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയാണ്. അതാണ് ഡബിൾ ഡക്കർ ബ്രിഡ്ജ് പറഞ്ഞത്. സിംഗിൾ ബ്രിഡ്ജുകൾ നമ്മൾ ഈ പോണ യാത്രയിൽ 2-3 വട്ടം കടക്കും. ഇത് മാത്രം പിന്നെ ഡബിൾ ഡക്കറാണ്. ഇനിയിപ്പോൾ അതിന്മേൽ ത്രിബിൾ ഡക്കർ ഉണ്ടാക്കാൻ വേണ്ടി മൂന്നാമത്തെ ഒരു ഇതും കൂടി അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തിൻ്റെ ഒക്കെ ചെറിയ ചെറിയ വീഡിയോകൾ എടുത്തിട്ടുണ്ട്. ചിറാപുഞ്ചി എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ്. അവിടെ ഒരു മൈതാനുണ്ട്, ഒറിജിനൽ ചിറാപുഞ്ചി പറഞ്ഞ ഒരു മൈതാന ഭാഗമാണ് അവർ ഉള്ളത്. അവിടെ എത്തിയാൽ ഒരു ചെറിയ നൂല് പോലെയുള്ള ചാറ്റൽ മഴ ഒരു ഏകദേശം എല്ലാ ടൈമിലും ഉണ്ട്. കുറച്ച് സമയം ഒന്ന് മാറി നിന്നാൽ വീണ്ടും അത് വരും. അതൊരു മഴ വരുന്നതായിട്ട് വരുമല്ല, അതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ബ്രേക്ക് കിട്ടും. എപ്പോൾ നോക്കിയാലും മൂടൽമഞ്ഞും. ആ മൂടൽമഞ്ഞ് കാരണം ഞങ്ങൾ 2 കാഴ്ചകളും പോയി. അതായത് 7 സിസ്റ്റേഴ്സ് വാട്ടർഫാൾസ് ഒരു റോഡിൻ്റെ വക്കത്ത് നിന്നിട്ടാണ് നമ്മൾ നോക്കുക, അങ്ങേ മരമ്പക്ക്. അവിടെ ഫുള്ള് കോടമഞ്ഞ് മൂടിപ്പോയി. ഒരു മണിക്കൂറോളം കാത്തു നിന്നിട്ടും കിട്ടാതായിട്ട് പിന്നെ പോയി. അങ്ങനെ വേറെ ഒരു വാട്ടർഫാൾസ് കാണാൻ കിട്ടിയില്ല, മഞ്ഞ് കാരണം. ഒരു മഞ്ഞണിഞ്ഞ പ്രദേശം തന്നെ പറയാം ഒറ്റയടിക്ക്. എവിടെ പോയാലും മഞ്ഞേനെ. രാത്രി അതൊരു 4 മണി കഴിഞ്ഞാൽ വാഹനത്തിൽ പോവുക വലിയ പ്രയാസം. ഓരോ സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി വരുമ്പോൾ ഗൈഡ് പറയും വൈകുന്നേരത്തോളം നമ്മൾ യാത്ര ദുഷ്കരമാവുന്നത്. അപ്പോൾ ഒരു 5 മണിക്കൊക്കെ തുടങ്ങി യാത്ര തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് മഞ്ഞാണ്. അപ്പോൾ റോഡിൻ്റെ നടുക്ക കൂടിയുള്ള വെള്ളവര നോക്കിയിട്ട് ഡ്രൈവർ ഇങ്ങനെ ഒരു 20 സ്പീഡ് 15 സ്പീഡ് അങ്ങനെ വിട്ടിട്ടാണ് വരാം. മണിക്കൂറെത്തും നമുക്ക് തിരിച്ചെത്താൻ. നമുക്കാണ് ആ സ്പീഡിൽ വിടാൻ പറയാൻ തോന്നില്ല, കാരണം ആ കൂട്ടത്തിൽ നമുക്ക് തന്നെ കണ്ണ് കാണില്ല. പിന്നെ ബംഗ്ലാദേശിൻ്റെ ബോർഡർ പോയി. അവിടെ പിന്നെ നദിയുണ്ട്. ആ നദിയാണ് അടിഭാഗം കാണുന്നത്. പക്ഷേ ഈ മഴ തുടങ്ങിയ സമയത്തുള്ള വലിയ മഴക്കുത്ത് വെള്ളം വന്നുകൊണ്ട് കലങ്ങിക്കുകയാണ്. ഒക്ടോബറിൽ പോയാൽ അതിൻ്റെ അടിഭാഗം കാണുള്ളൂ എന്നാണ്. ഒരു സൈഡിൽ ബംഗ്ലാദേശിൻ്റെ ബോട്ടുകളും അങ്ങനെ യാത്രക്കാർ കാഴ്ച കണ്ടുപോകുന്ന, ഒരു ഭാഗത്ത് നമ്മളെ ഇന്ത്യൻ്റെ ആൾക്കാരും. 2 ഭാഗത്തും മിലിറ്ററിയും ഉണ്ട്. ഒരു പുഴനെ 2 ഭാഗമായിട്ട്.